DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിക്ഷേപങ്ങൾ നടത്തുന്നത് സാധാരണയാണ്. എന്നാൽ നിക്ഷേപ സ്കീമുകളിൽ ചേരുന്നതിന് മുൻപ് എല്ലാവരും പരിഗണിക്കുന്നത് മികച്ച വരുമാനവും അതോടൊപ്പം നിക്ഷേപ തുകയുടെ സുരക്ഷയുമാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷയും മികച്ച പലിശ വരുമാനവും ലഭിക്കുന്ന 9ഓളം പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തേത് പോസ്റ്റ് ഓഫീസുകളിലെ സേവിങ്സ് അക്കൗണ്ടുകളിലുള്ള തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് നോക്കാം. സാധാരണ ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ സമാനമായ ഒന്നാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളും. 500 രൂപയാണ് അക്കൗണ്ട് തുടങ്ങാൻ ഏറ്റവും കുറഞ്ഞ തുക. പരിധിയില്ലാതെ എത്ര പണവും നിക്ഷേപിക്കാം. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന് 2026 ഏപ്രിൽ മാസം മുതൽ 4% പലിശ. പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലും സേവിങ്സ് അക്കൗണ്ട് തുറക്കാം. 2-3 പേർക്ക് ചേർന്ന് ജോയിൻ്റായും അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അടുത്തത് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് സമാനമായ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റുകളാണ്. കുറഞ്ഞത് 1000 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നിങ്ങനെ 4 വ്യത്യസ്ത കാലാവധികളിൽ നിക്ഷേപം നടത്താൻ സൗകര്യമുണ്ട്. 2026 ഏപ്രിൽ മുതലുള്ള നിരക്കുകൾ പ്രകാരം 1 വർഷത്തെ നിക്ഷേപത്തിന് 6.9%, 2 വർഷത്തിന് 7%, 3 വർഷത്തിന് 7.1%, 5 വർഷത്തിന് 7.5%മാണ് വാർഷിക പലിശ ലഭിക്കുന്നത്. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സ്വന്തം പേരിലും അതിൽ താഴെയുള്ളവർക്ക് രക്ഷിതാക്കൾ വഴിയും അക്കൗണ്ട് തുടങ്ങാം. കൂടാതെ 5 വർഷത്തെ ടൈം ഡെപ്പോസിറ്റ് നിക്ഷേപങ്ങൾക്ക് ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവും ലഭിക്കും. ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിലായി ഒരാൾക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും തുടങ്ങാം. ജോയിന്റ് അക്കൗണ്ടായും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അടുത്തത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ MIS സ്കീമാണ്. നിക്ഷേപകർക്ക് ഓരോ മാസവും കൃത്യമായ വരുമാനം ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം ഒരാൾക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ 3 പേർ വരെ ചേർന്നോ നിക്ഷേപം ആരംഭിക്കാം. ഒരാൾക്ക് പരമാവധി 9 ലക്ഷം രൂപ വരെയും ജോയിന്റ് ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാം. 2026 ഏപ്രിൽ മുതൽ 7.4%മാണ് പദ്ധതിയുടെ പലിശ. 5 വർഷമാണ് നിക്ഷേപത്തിന്റെ കാലാവധി. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ ഓരോ മാസവും നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് എത്തും. 1000 രൂപ എന്ന കുറഞ്ഞ തുകയിൽ ആർക്കും ഈ അക്കൗണ്ട് തുടങ്ങാം. കാലാവധിക്ക് മുൻപ് തുക പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ 1 വർഷത്തിന് ശേഷം നിശ്ചിത പിഴയോടെ അതിനുള്ള സൗകര്യം ലഭ്യമാണ്. അടുത്തത് മാസാമാസം കൃത്യമായൊരു തുക നിക്ഷേപിച്ച് വലിയൊരു സമ്പാദ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ RD സ്കീം. വെറും 100 രൂപ മുതൽ മാസം തോറും നിക്ഷേപം ആരംഭിക്കാവുന്ന ഈ പദ്ധതിയിൽ പരമാവധി തുകയ്ക്ക് പരിധികളൊന്നുമില്ല. 5 വർഷം കാലാവധിയുള്ള ഈ സ്കീമിന് 2026 ഏപ്രിൽ മുതൽ 6.7%മാണ് പലിശ. 10 വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തം പേരിലോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് ജോയിന്റ് അക്കൗണ്ടായോ പദ്ധതിയിൽ ചേരാം. കൃത്യസമയത്ത് മാസതവണകൾ അടയ്ക്കുന്നവർക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ പലിശ അടക്കം വലിയൊരു തുക തിരികെ ലഭിക്കും. നിക്ഷേപം തുടങ്ങിയ 1 വർഷത്തിന് ശേഷം അക്കൗണ്ടിലുള്ള തുകയുടെ 50% വരെ ലോണായി എടുക്കാം. അടുത്തത് മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സ്ഥിരവരുമാനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന മികച്ചൊരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. 60 വയസ്സ് കഴിഞ്ഞവർക്കും നിശ്ചിത നിബന്ധനകളോടെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും പദ്ധതിയിൽ ചേരാം. ഒരാൾക്ക് കുറഞ്ഞത് 1000 രൂപ മുതൽ പരമാവധി 30 ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായി നിക്ഷേപിക്കാം. 2026 ഏപ്രിൽ മുതൽ 8.2% എന്ന ഉയർന്ന പലിശ നിരക്കാണ് ഈ പദ്ധതിക്ക് ലഭിക്കുന്നത്. ഇത് മറ്റു പല പോസ്റ്റ് ഓഫീസ് സ്കീമുകളെക്കാളും കൂടുതലാണ്. 5 വർഷമാണ് നിക്ഷേപത്തിന്റെ കാലാവധിയെങ്കിലും പലിശ തുക 3 മാസത്തിലൊരിക്കൽ നിക്ഷേപകന് ലഭിക്കും. കാലാവധിക്ക് ശേഷം വേണമെങ്കിൽ 3 വർഷത്തേക്ക് കൂടി ഈ അക്കൗണ്ട് നീട്ടാനുള്ള സൗകര്യവുമുണ്ട്. കൂടാതെ ഈ പദ്ധതിയിലെ നിക്ഷേപത്തിന് ആദായ നികുതി നിയമപ്രകാരം നികുതി ഇളവുകളും ലഭിക്കും. അടുത്തത് ദീർഘകാല നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും സുരക്ഷിതവും ആദായകരവുമായ ഒരു പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. 15 വർഷമാണ് പദ്ധതിയുടെ കാലാവധിയെങ്കിലും ആവശ്യമെങ്കിൽ 5 വർഷം വീതമുള്ള ബ്ലോക്കുകളായി കാലാവധി നീട്ടാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് 500 രൂപ മുതൽ പരമാവധി 1.5 ലക്ഷം രൂപ വരെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. ഈ തുക ഒറ്റത്തവണയായോ പലതവണകളായോ അടക്കാൻ സൗകര്യമുണ്ട്. നിലവിൽ 7.1%മാണ് വാർഷിക പലിശ. PPF നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ലഭിക്കുന്ന നികുതി ഇളവുകളാണ്. നിക്ഷേപിക്കുന്ന തുകയ്ക്കും ലഭിക്കുന്ന പലിശയ്ക്കും കാലാവധിക്ക് ശേഷം ലഭിക്കുന്ന ആകെ തുകയ്ക്കും ആദായ നികുതി നൽകേണ്ടതില്ല. കൂടാതെ കോടതി ജപ്തി നടപടികളിൽ നിന്ന് ഈ നിക്ഷേപത്തിന് സംരക്ഷണം ലഭിക്കുമെന്നതും ഇതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. അടുത്തത് 5 വർഷ കാലാവധിയുള്ള സുരക്ഷിതമായ ഒരൊറ്റത്തവണ നിക്ഷേപ പദ്ധതിയായ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. കുറഞ്ഞത് 1000 രൂപ മുതൽ എത്ര തുക വേണമെങ്കിലും ഇതിൽ നിക്ഷേപിക്കാം. 2026 ഏപ്രിൽ മുതൽ 7.7% വാർഷിക പലിശ നിരക്കാണ് പദ്ധതിക്ക് ലഭിക്കുക. നിക്ഷേപിക്കുന്ന തുകയ്ക്കും ലഭിക്കുന്ന പലിശയ്ക്കും ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവ് ലഭിക്കും. മുതിർന്നവർക്കും പ്രായപൂർത്തിയാകാത്തവർക്കും ഒരുപോലെ പദ്ധതിയിൽ ചേരാം. അടുത്തത് നിക്ഷേപിക്കുന്ന തുക കൃത്യമായ കാലയളവിനുള്ളിൽ ഇരട്ടിയായി തിരികെ നൽകുന്ന ഒരു സമ്പാദ്യ പദ്ധതിയായ കിസാൻ വികാസ് പത്രയാണ്. ഈ പദ്ധതി പ്രകാരം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക 115 മാസങ്ങൾ, അതായത് 9 വർഷവും 7 മാസവും കഴിയുമ്പോൾ കൃത്യം ഇരട്ടിയായി തിരികെ ലഭിക്കും. വെറും 1000 രൂപ മുതൽ എത്ര വലിയ തുക വേണമെങ്കിലും ഇതിൽ നിക്ഷേപിക്കാം. 2026 ഏപ്രിൽ മുതൽ 7.5%മാണ് പലിശ നിരക്ക്.
പേരിൽ കിസാൻ എന്നുണ്ടെങ്കിലും കർഷകർക്ക് മാത്രമല്ല ഏതൊരു ഇന്ത്യൻ പൗരനും പദ്ധതിയിൽ ചേരാം. അടുത്തത് പെൺകുട്ടികളുടെ ഉന്നത പഠനത്തിനും വിവാഹ ആവശ്യങ്ങൾക്കും വേണ്ടി വലിയൊരു തുക സമ്പാദിക്കാൻ സഹായിക്കുന്ന പോസ്റ്റ് ഓഫീസ് സുകന്യ സമൃദ്ധി യോജനയാണ്. 10 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ ഈ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കൂ. ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് 250 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ പദ്ധതിയിൽ നിക്ഷേപിക്കാം. 2026 ഏപ്രിൽ മുതൽ 8.2% എന്ന ഉയർന്ന പലിശ നിരക്കാണ് പദ്ധതിക്ക് ലഭിക്കുന്നത്. പദ്ധതിയുടെ കാലാവധി 21 വർഷമാണെങ്കിലും ആദ്യത്തെ 15 വർഷം മാത്രം തുക അടച്ചാൽ മതിയാകും. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായാൽ പഠനാവശ്യത്തിനായി നിക്ഷേപത്തിന്റെ 50% തുക പിൻവലിക്കാനും 18 വയസ്സിന് ശേഷം വിവാഹം നടക്കുകയാണെങ്കിൽ അക്കൗണ്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്യുവാനും സാധിക്കും. കൂടാതെ ഈ നിക്ഷേപത്തിന് ആദായനികുതി ഇളവുകളും ലഭ്യമാണ്. ഈ നിക്ഷേപ പദ്ധതികളെല്ലാം രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലും തുടങ്ങാൻ സാധിക്കും. നിക്ഷേപത്തിന്റെ സ്വഭാവം അനുസരിച്ച് മാസത്തിലോ 3 മാസത്തിലോ വർഷത്തിലോ പലിശ വരുമാനം നേടാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിക്കുക. പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.